അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞു. ചെറിയഴീക്കലിലും കൊല്ലം ചവറ പരിമണത്തുമായി 3 എണ്ണവും ശക്തികുളങ്ങര മദാമത്തോപ്പിൽ ഒരെണ്ണവുമാണ് കരക്കടിഞ്ഞത്. കടൽഭിത്തിയിലിടിച്ച് തുറന്ന നിലയിലായിരുന്നു ഇവ. പ്രദേശത്ത് നിന്ന് വീട്ടുകാരെ ഒഴിപ്പിച്ചു. തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്നർ കടലിലേക്ക് വീണ സംഭവത്തിന് പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളി കടലിൽ കഴിഞ്ഞ ദിവസം ഓയിലിന്റെ സാന്നിധ്യം കണ്ടതായി സംശയം ഉതിർന്നിരുന്നു. ഇതേ തുടർന്ന് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് 20 മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഓയിലിന്റെ അംശമുണ്ടോ എന്ന് പരിശോധനയിൽ കണ്ടെത്താനാകും. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു. കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി, തൃശൂർ, ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചു. തീരത്ത് അസാധാരണമായ എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഉടൻ വിവരമറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മറൈൻ ഗ്യാസ് ഓയിൽ, വെരിലോ, സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലിലാണ് അപകടമുണ്ടായത്. കടൽക്ഷോഭം രൂക്ഷമായതോടെ കപ്പൽ ആടിയുലഞ്ഞ് കണ്ടെയ്നറുകൾ തെന്നിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പൊളിഞ്ഞത് വരണം.